ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. കാലത്ത് തന്നെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഇങ്ങനെയാണ്. അമ്മ എന്നും എന്നെ ഇതുപോലെ കുറേ നേരം എടുത്തിട്ടാണ് ഉറക്കത്തിന് എണീപ്പിക്കാറ്. നിങ്ങളെല്ലാവരും അങ്ങനെയല്ലേ? കാലത്ത് എഴുന്നേക്കാൻ ഭയങ്കര മടിയാ, ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ അമ്മ ലാസ്റ്റ് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് പുതപ്പൊക്കെ നീക്കിയിട്ടിട്ട് ഫാൻ അങ്ങോട്ട് ഓഫാക്കും. അപ്പം പിന്നെ ചൂടെടുത്തിട്ട് തന്നെ എഴുന്നേൽക്കുമല്ലോ. ഒരു വിധേന ഞാൻ എഴുന്നേറ്റു കേട്ടോ. പിന്നെ അമ്മ ബ്രഷ് എടുക്കാൻ പോയ താപ്പിൽ ഞാൻ ഒന്നും കൂടി ഉറങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ പറ്റില്ല, അമ്മയുടെ നിന്ന് നല്ല അടി കിട്ടും. അതുകൊണ്ട് ഞാൻ വേഗം എഴുന്നേറ്റു. പിന്നെ പല്ല് തേക്കാൻ പോയിട്ടാ നേരെ. ഞാൻ എന്നും ഇവിടെ ഇരുന്നിട്ടാണ് പല്ല് തേക്കാറ്. അച്ഛൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പലകയൊക്കെ ഇവിടെ സെറ്റാക്കി തന്നിട്ടുണ്ട്. തലേ ദിവസം രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ മുറ്റമൊക്കെ ആകെ നനഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എഴുന്നേൽക്കുമ്പോൾ. എന്നാലും നല്ല രസമായിരുന്നു കാലത്ത് ആ മഴയുടെ തണുപ്പത്തൊക്കെ ഇരുന്ന് പല്ല് തേക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ഓടിപ്പോയി കുളിച്ചു. ഞങ്ങളിപ്പോൾ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പൂരാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കാലത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് തൊഴാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സ് കേട്ടോ. പിന്നെ എനിക്ക് അമ്മ മുടിയൊക്കെ കെട്ടി തന്നു. എൻ്റെ മുടിയിൽ കെട്ടി തീർക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മുടിയൊക്കെ കെട്ടാൻ അറിയാം, എന്നാലും അമ്മ കെട്ടിത്തരുള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ ഇതുപോലെ കെട്ടാൻ മാത്രമേ അറിയുള്ളൂ, വേറെ സ്റ്റൈലൊന്നും കെട്ടാൻ അറിയില്ല. അമ്മ സമ്മതിക്കാറുമില്ല, വലുതായി കഴിഞ്ഞാൽ കെട്ടിത്തരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന മുടി ഞാൻ തന്നെ വെട്ടിയതാണ് കേട്ടോ. അതിന് എനിക്ക് കുറേ അടിയും ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ വെട്ടുമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞാനത് കാരണം വെട്ടിയതല്ല, അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ കത്രിക എടുത്തിട്ട് തന്നെ വെട്ടിയതാണ് കേട്ടോ. കുറേ മുടി അങ്ങനെ പോയി. ഇനി എന്തായാലും ഞാൻ അതുപോലെ ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അമ്മ മേക്കപ്പൊക്കെ ചെയ്തു തന്നു, കണ്ണെഴുതി തന്നു, പൊട്ടൊക്കെ കുത്തി തന്നു. അച്ഛനാണെങ്കിൽ കുഞ്ഞിനെ ഡ്രസ്സ് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഉമ്മാർത്ത് വന്നിരുന്നു കേട്ടോ. അച്ഛനും കുഞ്ഞിനും കൂടിയിട്ട് ഒരുങ്ങിയിട്ട് വരാറാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അച്ഛൻ കാലത്ത് പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുമേ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പിന്നിൽ നിന്നിട്ട് തൊഴുതു പ്രാർത്ഥിച്ചു. ഉണ്ണിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മുഴുവൻ ഇതുപോലത്തെ പൂ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ പൂവുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾ തൊഴുതു വന്നു. പിന്നെ കുറി തൊടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുറി സാധാരണ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതിൽ നിന്ന് കുറി തൊട്ടു കേട്ടോ. കുറി വാങ്ങാനും പിന്നെ പുണ്യാഹം വാങ്ങാനൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നായിരുന്ന കുറി ഞങ്ങൾ എല്ലാവരും കൂടി തൊട്ടു. പിന്നെ കണ്ടപ്പോൾ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ പറ നിറയ്ക്കുന്നുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും അതുപോലെ നെല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറ നിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്പലം ഫുള്ള് ഇതുപോലെ പൂ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണാത്തൊരു കാര്യം അവിടെ കണ്ടത്, ഇതുപോലെ ഒരു ചേച്ചി ഒരു ഊഞ്ഞാലിൽ കയറിയിരിക്കുന്നതാണ് കേട്ടോ. അമ്മ അത് പറഞ്ഞു തന്നു എന്താണെന്നുള്ളതൊക്കെ. ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പൂരല്ലേ, പൂരത്തിന് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വാങ്ങാണ്ട് പോവില്ലല്ലോ. അങ്ങനെ അച്ഛനൊക്കെ സോപ്പിട്ട് കുഞ്ഞിന് ഇതൊരു കണ്ണാടി എടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ണാടിയൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, വേറെ സാധനങ്ങളായിരുന്നു എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വേറെ കടയിൽ പോയിട്ട് ഇതുപോലെ പെയിൻ്റ് അടിക്കുന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അതിൽ കുറേ പെയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലത്തെ പെയിൻറ്റ് വാങ്ങണം എന്നുള്ളത്. അമ്മ എപ്പോഴും വാങ്ങിത്തരാറുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വലുത് വാങ്ങിയപ്പോൾ കുഞ്ഞിനും വേണമെന്ന് പറഞ്ഞിട്ട് കണ്ണാട അവിടെ കൊടുത്തിട്ട് അവൻ വാങ്ങിയത് ഈ ക്യാരം ബോർഡാണ് കേട്ടോ. കുട്ടികൾ കളിക്കുന്ന ക്യാരം ബോർഡ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ അവിടെ വേറൊരു സ്ഥലത്ത് കുറേ ചേട്ടന്മാർ ഇതുപോലെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ തൊഴുത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് മന്തി ഉണ്ടാക്കുന്നുണ്ട്. അമ്മേനെ അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അമ്മയ്ക്ക് കുറേ നേരം പണിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് അച്ഛൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പം എന്തോ ചമ്മന്തി അങ്ങനെ എന്താണ്ടാണ് അമ്മ ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം പെയിൻ്റ് അടിക്കാനിരുന്നു.
ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടാ. ഇത് കണ്ടപ്പോൾ അത് വേഗം ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ വേഗം പെയിൻ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അമ്മ കുറേ പറഞ്ഞു ഡ്രസ്സ് മാറിയിട്ട് അത് വെള്ള ഡ്രസ്സാണെന്നൊക്കെ. പക്ഷെ അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ മാറിയിട്ടത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് സുന്ദു വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളെ സുന്ദു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ ക്യാരം ബോർഡ് കളിക്കാനിരുന്നു. ഇവർക്ക് കളിക്കാനൊന്നും അറിയണ്ടായിരുന്നില്ല, എനിക്കും അറിയില്ല, വെറുതെ ഇങ്ങനെ തട്ടി തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ചോറ് തിന്നാനായിട്ടിരുന്നു. അച്ഛൻ വാഴയുടെ ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുണ്ടായിരുന്നുള്ളൂ, അമ്മാമ്മ ഉണ്ടായിരുന്നില്ല. അമ്മാമ്മ തറവാട്ടമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. പിന്നെ കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതിലെ ഐസ്ക്രീംകാരൻ പോയത്. ആ ചേട്ടൻ എല്ലാ ഞായറാഴ്ച ഇതുപോലെ പോകാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആ ചേട്ടൻ്റെ മാംഗോ ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോറ് കഴിച്ച് വന്നപ്പോഴേക്കും അതൊക്കെ അരിഞ്ഞ് വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടീസ്പൂൺ കൊണ്ടൊക്കെ വാരി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പൂരങ്ങൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലത്തെ ഷൂവും ഷോക്സും എല്ലാം വലിച്ചു കയറ്റിയിട്ടാണ് പോയത്. അമ്മ കുറേ ചീത്ത പറഞ്ഞു, പക്ഷെ ഞാനത് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കാലത്ത് പോയ പോലെ തന്നെ വണ്ടിയിൽ പോയി. ഞങ്ങൾ സാധാരണ അടുത്ത് നിന്നിട്ടൊക്കെ കാണാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അകലെ നിന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് കാണുകയാണ് ചെയ്തത് കേട്ടോ. കുറേ പൂരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വൈകുന്നേര സമയത്ത് കുറച്ച് പൂരേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. കുറച്ച് പൂരങ്ങളുള്ളൂ എന്ന് പറഞ്ഞപ്പം കുറേ കാവടികളും അതുപോലെ കുറേ ചേച്ചിമാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചിമാർ കേട്ടോ. കുറേ ചേച്ചിമാർ ഇതുപോലെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കാവടിയുടെ കൂടെ. പിന്നെ കുറേ കിങ്കോങ് ഉണ്ടായിരുന്നു, ഗൊറില്ല പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കരിങ്കാളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മതിലിൻ്റെ മേലെ കയറിയിരുന്നു കേട്ടോ. അമ്മമ്മ കയറ്റി വെച്ച് ഇരുത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ബലൂണൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി വന്നപ്പോൾ DJ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. അപ്പം നിങ്ങളൊന്ന് കേട്ട് നോക്കട്ടെ, ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബൺമസ്ക കഴിക്കണം എന്നുള്ളത്. അതവിടെ അമ്പലപ്പറമ്പിൽ ഉണ്ടായിരുന്നു. അപ്പം അച്ഛനോട് പറഞ്ഞപ്പോൾ ഒരെണ്ണം ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. എല്ലാവരും ഓരോ കടി കഴിച്ചു, ഞാൻ മാത്രം കുറേ കഴിച്ചു കേട്ടോ. ശരിക്കും പറയാലോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പം അമ്മ 2-3 കടി അതിൽ നിന്ന് കടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ ഞാനാണ് കഴിച്ചത് കേട്ടോ. കുഞ്ഞും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞിന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബൺമസ്ക കഴിച്ചു. പിന്നെ അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം കഴിച്ചു. രാത്രി പൂരങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ പൂരങ്ങൾ വന്നു തുടങ്ങി. ഓരോ ഭാഗത്തു നിന്നുള്ള പൂരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ റോട്ടിൽ നിൽക്കുന്ന നേരത്തെ ഒരു ഗൊറില്ല എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കൈയൊക്കെ പിടിച്ചിട്ട് കെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ട് എനിക്ക് ശരിക്കും പേടിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തുടർന്നത്. അതെന്തായാലും സാധിച്ചു കിട്ടി.
കുറേ പൂരങ്ങളൊക്കെ കണ്ടു. അവസാനം ഈ ഒരു സാധനം വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് ഭയങ്കര പേടിയായിട്ട് അവൻ നല്ല കരച്ചിലായിരുന്നു. തേങ്ങിയിട്ടാണ് കരഞ്ഞിരുന്നത്. ഇതിനെ കാണുമ്പോൾ പേടിയാവണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേയുള്ള പൂരത്തിൻ്റെ കൂടെ പോകാനുള്ള പരിപാടിയായിരുന്നു, ഡാൻസൊക്കെ കളിച്ചിട്ട്. അപ്പോൾ അച്ഛൻ പാടത്തേക്ക് വന്നപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് കളിക്കാനായിട്ട് സമ്മതിച്ചുട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കളിച്ചു. അങ്ങനെ പോകാൻ നോക്കിയപ്പോൾ നല്ല തിരക്ക്, പോലീസുകാരായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ കടലാസൊക്കെ എടുത്ത് കളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാ. ഇനി അടുത്ത കൊല്ലത്തെ പൂരത്തിനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.